ചിങ്ങപ്പുലരിയിൽ അയ്യപ്പനെ തൊഴാൻ ശബരിമല സന്നിധാനത്ത് വലിയ ഭക്തജന തിരക്കാണ്. തന്ത്രി കുടുംബത്തിലെ തലമുറ മാറ്റത്തിന്റെ നടപടിക്രമങ്ങൾക്കും സന്നിധാനം ഇന്ന് സാക്ഷ്യം വഹിച്ചു. തന്ത്രി കണ്ഠരര് രാജീവരോടൊപ്പം മകൻ ബ്രഹ്മദത്തനും താന്ത്രിക കർമ്മങ്ങൾക്കായി ശബരിമല സന്നിധാനത്തേക്കെത്തി. ചിങ്ങമാസ പൂജകൾക്കായി ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് ശബരിമല നട തുറന്നത്. ചിങ്ങപ്പുലരിയിൽ അയ്യപ്പനെ കണ്ട് പുതുവർഷത്തിലേക്ക് കടക്കാൻ സന്നിധാനത്തെത്തിയത് ആയിരങ്ങളാണ്. ഇടയ്ക്കിടെ പെയ്യുന്ന മഴയെ അവഗണിച്ചും ശബരിമലയിലേക്ക് ഭക്തർ എത്തുന്നുണ്ട്. തന്ത്രി കുടുംബത്തിലെ തലമുറ മാറ്റത്തിന്റെ സൂചന നൽകി ചിങ്ങമാസ പൂജകൾക്ക് അച്ഛനൊപ്പം കാർമ്മികത്വം വഹിക്കാൻ തന്ത്രി കണ്ഠരര് രാജീവരുടെ മകൻ ബ്രഹ്മദത്തനും ഇന്നലെ മല ചവിട്ടിയിരുന്നു. രാവിലെ കലശാഭിഷേകമടക്കമുള്ള പൂജകൾക്ക് കണ്ഠരര് രാജീവരുടെ മേൽനോട്ടം വഹിച്ചപ്പോൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് മകൻ ബ്രഹ്മദത്തൻ. അച്ഛനുണ്ട് കൂടെ, അപ്പോൾ അച്ഛൻ്റെ കൂടെ തന്നെ ഇനി കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുക. അച്ഛൻ്റെ ഒരു മേൽനോട്ടം എപ്പോഴും ഉണ്ടാകും. അച്ഛനാണ് കാരണം എപ്പോഴും അച്ഛൻ്റെയാണ് ഫൈനൽ സേ. പക്ഷേ അച്ഛന് അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നു. കർമ്മങ്ങളെല്ലാം എന്താണോ ചെയ്തു വരുന്നത് അതുപോലെ തന്നെ ചെയ്യും. LLM ബിരുദധാരിയായ ബ്രഹ്മദത്തനെ മുഴുവൻ സമയവും കർമ്മങ്ങൾക്ക് നിയോഗിക്കണമെന്നാണ് കണ്ഠരര് രാജീവരുടെ ആഗ്രഹം. ചിങ്ങമാസ പൂജകൾ പൂർത്തിയാക്കി 21-ന് ശബരിമല നട അടയ്ക്കും. ഇനി പൂരാടത്തിനായിരിക്കും നട വീണ്ടും തുറക്കുക. 24 പത്തനംതിട്ട.